ഹലോ എവരി വൺ, വെരി ഗുഡ് ഈവനിങ്. ഞാൻ സി മുരളീധരൻ, സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് മെൻ്റലിസ്റ്റ്, വിംബിൾ അക്കാഡമിയുടെ 21ാമത് പ്രൊഫഷണൽ ആൻഡ് ട്രെയിനർ ബാച്ചിലെ പാർട്ടിസിപ്പൻ്റാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഭാഗമായ ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളിപ്പോൾ സംബന്ധിക്കുന്നത്. വിംബിൾ അക്കാദമിയിൽ പല ഘട്ടങ്ങളിലായി പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇവിടെ വിവിധ വിഷയങ്ങൾ അധികരിച്ച് അവതാരകരായി എത്തുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനഃശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ താല്പര്യമേറെയുള്ള ഒരാളെന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട പല പഠന വഴികളിലൂടെയും സഞ്ചരിച്ചു. അങ്ങനെയുള്ളൊരു വേളയിലാണ് വിംബിൾ അക്കാദമിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ട്രെയിനേഴ്സ് ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു പുതിയ ആശയവും ഒരു പുതിയ മേഖലയുമായി എനിക്ക് തോന്നി. അങ്ങനെ ഞാനും ഇതിൻ്റെ ഭാഗമായി തീരുകയുണ്ടായത്. സവിശേഷമായതും വേറിട്ടതുമായ ഒരു പഠനാനുഭവമാണ് എനിക്കിവിടെ ലഭിച്ചത്. ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും സംയോജിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതിയെ ഒരുക്കുകയും അത് കേവലം തിയററ്റിക്കൽ നോളജ് മാത്രമല്ല, മറിച്ച് പ്രായോഗിക തലത്തിൽ എങ്ങനെയൊക്കെ ഇത്തരമൊരു ട്രെയിനിങ് ഉപയോഗപ്പെടുത്താമെന്ന് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് അദ്വിതീയമായ ഒരു പ്രവർത്തനമാണ് വിംബിൾ അക്കാദമി മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ ധാരണ ഉള്ളവർക്ക് കൂടുതൽ മുന്നോട്ട് നീങ്ങാനും തുടക്കക്കാരെ പ്രചോദിപ്പിക്കാനും ഈ കോഴ്സ് അങ്ങേയറ്റം സഹായകരമാണ്. ഈ സ്ഥാപനത്തിൻ്റെ മാസ്റ്റർ ട്രെയിനർ ആൻഡ് മെൻറ്റർ ഫൈസൽ സാറും കോർഡിനേറ്റർ അർച്ചന മാമും ശ്രദ്ധാപൂർണമായ മേൽനോട്ടത്തിലൂടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ സാർത്ഥകമാക്കുന്നു. ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മളോട് പാരൻറ്റിംഗ് സ്റ്റൈൽസ്, വോമറിൻ മോഡൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വിംബിൾ അക്കാഡമിയുടെ 6ാമത് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ബാച്ചിലെ അംഗവും മാലദ്വീപിൽ അധ്യാപകനും ട്രെയിനറുമായിട്ടുള്ള ശ്രീ അബ്ദുൽ വഹാബ് സാറാണ്. സമകാലിക സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രസക്തവും പ്രധാനവും ഒരു തലമുറയെ സുഭദ്രമായ രൂപത്തിൽ വാർത്തെടുക്കുന്നതിനും മുന്നോട്ട് നയിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് ഏറ്റവും നല്ല നിലയിലുള്ള പാരൻറ്റിംഗ് എന്ന് നമുക്കറിയാം. റെസ്പോൺസീവ്നെസ്, ഡിമാൻഡിങ്നെസ് എന്നീ ഡയമെൻഷനുകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വോമറിൻ മോഡലുമായി ബന്ധപ്പെട്ട വിവിധ പാരൻറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് അദ്ദേഹം ഇന്ന് വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ശ്രദ്ധാപൂർണമായ പങ്കാളിത്തവും അതുപോലെ ആശയവിനിമയവും സംശയ ദൂരീകരണത്തിലൂടെയും നിങ്ങൾ ഈ സെഷൻ കൂടുതൽ അർത്ഥപൂർണമാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആ രീതിയിലുള്ള ഒരു പരിചരണം ഈ സെഷനെ ഉടനീളം പുലർത്തണമെന്നും അങ്ങനെ ഈ സെഷൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അതിനെ വികസിപ്പിക്കാനും വളർത്താനും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണം ഉണ്ടാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സെഷൻ മുന്നോട്ട് നയിക്കുന്നതിന് ശ്രീ അബ്ദുൽ വഹാബ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. നന്ദി. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. സൗണ്ട് ഓക്കെ ആണോ? യെസ് സർ, ഓക്കെ ആണ്. ഓക്കെ, വൺസ് അഗൈൻ എവരി ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഫൈസൽ സാറെ ഓർക്കുന്നു. അതേപോലെ തന്നെ അർച്ചന മാം, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മുരളി സാർ, മറ്റു വിംബിൾ നമ്മുടെ ട്രെയിനിങ്ങിലെ എൻ്റെ ശ്രോതാക്കള്. ഇന്നത്തെ നമ്മുടെ വിഷയം ഏവർക്കും മനസ്സിലാക്കുന്നത് പോലെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് പാരന്റിങ് സ്റ്റൈൽസ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പാരന്റിങ് സ്റ്റൈല് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണെങ്കിലും BEd ഒക്കെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ഭാഗമാണ് പാരന്റിങ് സ്റ്റൈൽ എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ചില 3, 4, 5 ഒക്കെ പറഞ്ഞ പല നമ്പറുകളിൽ അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് ഒരു ക്ലാരിറ്റി വരുത്താനാണ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില് ബിലോ 18 ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ കല്യാണം കഴിയാത്ത മക്കളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന്, ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയണം.
വിഷയം പാരന്റിങ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് കല്യാണം കഴിയാത്ത മക്കളില്ലാത്ത, അതുപോലെ തന്നെ മക്കളില്ലാത്ത ആളുകൾ ആരും ഇന്ത്യയിൽ ഒന്ന് പറയണം. അപ്പൊ എല്ലാവരും പാരന്റ്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നിങ്ങളുടെ ഒരു ഇല്ലാന്ന് ആരും പറയാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധിക്കുമെങ്കിൽ ഒരു പേനയും പേപ്പറും ഒന്ന് എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നമുക്കൊരു ടൈം ട്രാവൽ ചെയ്യാം, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് ഒരു യാത്ര പോകാം. അവിടെ നമ്മൾ നമ്മുടെ ആ ഒരു കുട്ടിക്കാലം ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന 5 ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ, ആ ഒരു മിനിമം മിനിമം ഒരു 5 ഇഷ്ടങ്ങൾ നമ്മളൊന്ന് എഴുതണം. അതിന് ക്ലാരിറ്റി വരുത്താം. ഈ ഒരു 5 ഇഷ്ടങ്ങളിൽ നമുക്ക് അത് അല്ലെ ആഗ്രഹങ്ങൾ സാധിച്ചതും ഉണ്ടാവാം, സാധിക്കാത്തതും ഉണ്ടാവാം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് സാധിക്കാനും സാധിക്കാതിരിക്കാനും ഉള്ള കാരണം നമ്മുടെ രക്ഷിതാക്കളായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളൊരു അംബിഷൻ എന്നത് പലതും ഉണ്ടാവും, അതെല്ലാം ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോ കുട്ടിക്കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം സ്ഥിരമായി നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പിന്നെ ഗ്രൗണ്ട്, അന്നൊന്നും ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, അവിടുത്തെ ഒരു പറമ്പിൽ സ്ഥിരമായിട്ട് കളിക്കാൻ പോകുന്നതാണ്. അപ്പൊ അവിടെ അതൊരു ആഗ്രഹമാണ്, ഒരു ഇഷ്ടമാണ്. എന്നാൽ അവിടെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ചിലപ്പം ഞാൻ ഓടി കഴിച്ച് വരുമ്പോഴായിരിക്കും പറയാ അത് കളിക്കാൻ പോകണ്ട, അത് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നീ കടയിൽ പോ, അല്ലെങ്കിൽ നീ കളിക്കാൻ പോകണ്ട, അവിടെ അപകടം പറ്റും, അങ്ങനെ ആ രീതിയിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ആ കളിക്കാൻ നമ്മളെ പാരന്റ് സപ്പോർട്ട് ചെയ്യും. ഈ രീതിയിലുള്ള 5 ഒരു നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളൊന്നും എഴുതുക. അതിൽ നടന്നതും നമുക്ക് സാധിച്ചതും സാധിക്കാത്തതും ഉണ്ടായിക്കോട്ടെ. പെട്ടെന്നൊന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതാം, ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ മൊബൈൽ എവിടെയെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. മിനിമം ആട്ടോ 5 പറഞ്ഞത്, കൂടുതൽ പെട്ടെന്ന് എഴുതാൻ പറഞ്ഞത് എഴുതിക്കോളൂ. ഓക്കെ, ഒരു മിനിമം ഒരു 3 ഒക്കെ പല ആളുകൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ അത് നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുക. അപ്പൊ അതില് എല്ലാം സാധിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ചാറ്റിലോ അല്ലെങ്കിൽ നേരിട്ട് ഒന്ന് പറയാം. 5ഉം സാധിച്ചതാണെന്നുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം. ആ പറയപ്പെട്ട ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതാണ്, ഐ മീൻ ഡെയിലി എന്നുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ട്. ഇനി മറ്റൊന്ന്, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാം സാധിച്ചവരില്ല, എന്നാൽ പകുതിയിൽ കൂടുതലും സാധിക്കാത്തതാണ് എന്നുള്ള ആളുകളുടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് പ്രധാനപ്പെട്ട ഒരു 5 നമ്മൾ എഴുതിണ്ടാവുക, അല്ലെ 5 6 എത്ര ആയിക്കോട്ടെ, അതിൽ പകുതിയിൽ കൂടുതലും നമുക്കത് സാധിച്ചിട്ടില്ല, നടന്നിട്ടില്ല, കാരണം ഒരു വർഷത്ത് പാരന്റ്സ് ആണ് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ അറിയില്ലുണ്ടോ? ചാറ്റിൽ വന്നാലും മതി. നിങ്ങൾ പേര് ഞാൻ പറയണമല്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ ആണ് നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? തുടക്കം മുതലേ പറയണോ? ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പോകുന്നു, അവിടെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മളെ അംബിഷൻസ് അല്ല, ആ ഒരു ഡെയിലി നമുക്ക് ഉണ്ടാകുന്ന ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും, പൊതുവെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ, അതിൽ നമുക്ക് സാധിച്ചതും സാധിക്കാത്തതും ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എഴുതുക. ഒരു വർഷത്ത് സാധിക്കാതിരിക്കാൻ കാരണം പാരന്റ്സ് ആയിരിക്കണം. രണ്ടാമത്തത്, അത് പകുതിയിൽ കൂടുതലും സാധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാനാണ് പറഞ്ഞത്. ചെറുപ്പത്തിലെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ട്, പക്ഷെ അത് എല്ലാം ഒന്നും അന്നത്തെ പേരൻസിന്റെ കഷ്ടപ്പാടൊക്കെ മൂലം, പൈസയുടെ കുറവൊക്കെ മൂലം സാധിക്കാത്തതുണ്ട്. ശരിക്കും കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല എന്നും എല്ലാ വർഷവും പുതിയ പുസ്തകമൊക്കെ നമുക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. പക്ഷെ ഒരു കാലത്തും അങ്ങനെ സാധിക്കാതെ പുസ്തകങ്ങൾ വാങ്ങി നമുക്ക് തരികയായിരിക്കും ചെയ്യുന്നത്.
അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ ഉണ്ട്. ഓക്കെ 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 താങ്ക് യു മാഡം. ഓക്കെ, ഏതായാലും ഞാൻ ഈ ഒരു ടാസ്ക് ഞാൻ തൽക്കാലം അവിടെ വെക്കുകയാണ്. നമുക്ക് ഇൻഷാല്ല ലാസ്റ്റിൽ നമ്മൾ ഈ ഒരു ടാസ്കിൽ നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അപ്പോ ഒന്നുമില്ല, ഇനി ഈ ഒരു ഇപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഏകദേശം ഇതിന് സമാനമായിട്ടുള്ള ആഗ്രഹങ്ങളുമായി നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ പ്രതികരിക്കണ്ട, പറയണ്ട, അത് നിങ്ങൾ മനസ്സിൽ കാണും. ഓക്കെ, ഇനി ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് വരികയാണ്. നമുക്ക് അവസാനം ഇതും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇങ്ങനെ ഒരു ടാസ്ക് തന്നത്. ഓക്കെ, നമുക്കറിയാം പാരന്റിങ് സ്റ്റൈൽസിലെ പ്രധാനമായിട്ടും നമ്മൾ 4 പാരന്റിങ് സ്റ്റൈൽസ് ആണ് പറയാറുള്ളത്. ഈ ഒരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നേതാവ് എന്ന് പറയാൻ പറ്റുന്ന ആളാണ് ഡയാന ബോമറിൻ. അവരൊരു US ന്യൂയോർക്കിലുള്ള അവിടെ ജനിച്ച ഒരു ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് ആണ്. 1960s 70s ഇവരുടെ ആ ഒരു റിസർച്ചും കാര്യങ്ങളും നടക്കുകയും അവർ ഈ ഒരു സംഭവം കണ്ടെത്തുകയും ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടുള്ള ആരായാലും ഈ ഒരു ഇത് പഠിക്കാതെ പോകില്ല. അപ്പോ അതിൽ നമ്മൾ 4 ഞാൻ സിമ്പിളായിട്ട് നമ്പർ തന്നെ പറയാം. അത് ഒതോറിറ്റേറിയൻ, ദെൻ പെർമിസീവ് ആൻഡ് പിന്നെ നെഗ്ലെക്ട്ഫുൾ. അതിന് പല പല ഓൾട്ടർനേറ്റീവ് പേരുകൾ അതിലുണ്ട്. മെയിൻ പേരുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ 4 ആണ് അവർ ശരിക്കും അവർ 3 ഡയാന ബോമറിന്റെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നീട് അത് മറ്റു മക്കോബി അവരൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യുകയും 4 പറയുകയും ചെയ്തു. എന്നാൽ സെയിം ഐഡിയ തന്നെ അവരങ്ങ് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 അവിടെ ഉണ്ട്. ഈ ഒരു 4 ഡയാന ബോമറിന്റെ അത് പറയുമ്പോൾ അവരൊരു 2 ഡയമെൻഷൻ പറയുന്നുണ്ട്. 2 ഡയമെൻഷന്റെ ബേസിലാണ് ഇതിനെ 4 അവർ വിശദീകരിക്കുന്നത്. അതെന്ന് പറഞ്ഞത് ഒന്ന് റെസ്പോൺസീവ്നെസ് എന്നാണ്. ഓക്കെ, രണ്ടാമത്തത് ഡിമാൻഡിങ്നെസ്. ഈ റെസ്പോൺസീവ്നെസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹൗ വാംത് മീൻസ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ്, എത്രത്തോളം അഫക്ഷനേറ്റ് ആണെന്നുള്ളതാണ്. അതായത് ഈ ഒരു 2 ഡയമെൻഷൻ, ഒന്ന് ഹൗ മച്ച് സപ്പോർട്ടീവ് യു ആർ ആസ് എ പാരന്റ് നിങ്ങളുടെ മക്കളോട്, ഹൗ മച്ച് സപ്പോർട്ടീവ് യു ആർ എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ എന്താണ് ഡിമാൻഡിങ്നെസ് ആണ്. അതായത് എത്രത്തോളം സ്ട്രിക്റ്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം റൂൾസ് സെറ്റ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെക്ടേഷൻ മക്കളുടെ കാര്യത്തിൽ പ്രതീക്ഷകളും ആശയങ്ങളൊക്കെ ഉള്ള ആളാണെന്നുള്ളതാണ് രണ്ടാമത്തേത്. ഈ രണ്ട് ഡയമെൻഷൻ വെച്ചുകൊണ്ടാണ് അവർ ഈ 4 അവര് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഈ 2 ഡയമെൻഷനും ഈ 4 പെട്ടെന്നൊന്ന് പറയാം. അതായത് ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓതോറിറ്റേറ്റീവ് എന്നാണ്. ഓതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതില് ഹൈ സപ്പോർട്ടാണ്, ഐ മീൻ ഹൈ റെസ്പോൺസീവ്നെസ് ആണ്. അതുപോലെ തന്നെ ഹൈ ഡിമാൻഡിങ്ങും ആണ്. ഓക്കെ, ഹൈലി സപ്പോർട്ട് ചെയ്യും, അതേസമയം ഹൈ സ്ട്രിക്റ്റും റൂൾസും കാര്യങ്ങളൊക്കെ ചെയ്യും. രണ്ടാമത്തെ എന്താണ് ഒതോറിറ്റേറിയൻ ആണ്. ഒതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ഡിമാൻഡിങ് ആണ്, സ്ട്രിക്റ്റ് റൂള്, പിന്നെ അത് തന്നെ എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്, എന്നാൽ വളരെ ലോ സപ്പോർട്ടാണ്. ഓക്കെ, ഇനി പെർമിസീവ് എന്നാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കുന്നത്, അതായത് വളരെ ലീനിയന്റ് എന്നൊക്കെ പറയുന്നതാണ്. അതെന്ന് വെച്ചാൽ വളരെ ഹൈ സപ്പോർട്ടാണ്, അതുപോലെ തന്നെ വളരെ ലോ ഡിമാൻഡിങ് ആണ്, പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. നാലാമത്തെ നെഗ്ലെക്ട്ഫുൾ ആണ്, അത് രണ്ടും ലോ ആണ്, അതായത് ഒരു സപ്പോർട്ടും ഇല്ല, ഒരു ഡിമാൻഡ്, ഒരു റൂളും ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഇതാണ് 4 ബോമറിന്റെ 4 എന്താ പറയാ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാന്. ഇപ്പോ ഈ പാരന്റിങ് നമ്മൾ പറയുമ്പോൾ ഞാൻ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. എന്റെ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ളത്, അപ്പൊ ഇങ്ങോട്ട് വരിക, അതുമായി ബന്ധപ്പെട്ട് കുറച്ചു എന്റെ ഷെഡ്യൂളൊക്കെ മാറിയത് കൊണ്ട് തന്നെ എനിക്കത് കണ്ടിയാൻ പറ്റില്ല. മുമ്പ് ഞാൻ 2 സെഷനുകൾ നമ്മൾ ഈ ട്രെയിൻ ടോക്കിനാണ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞത് പാരന്റ് ബിഗിൻസ് അറ്റ് പ്രഗ്നൻസി എന്നുള്ളതാണ്. നമ്മുടെ നമ്മുടെ ചാനലിൽ നമുക്കത് അവൈലബിൾ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞത് വൈ പാരന്റിങ് ഈസ് ക്രൂഷ്യൽ അറ്റ് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ്. എന്തുകൊണ്ടാണ് ഏർലി ചൈൽഡ്ഹുഡ് പാരന്റിങ് വളരെ ക്രൂഷ്യലാന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത് ഇപ്പൊ ഞാൻ 3ാമതായിട്ട് എടുക്കുന്നത്. അത് ഞാൻ രണ്ടാമത്തേതൊന്ന് റിവൈസ് ചെയ്യാൻ, അതായത് ഏർലി ചൈൽഡ്ഹുഡിലുള്ള പാരന്റിങ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ക്രൂഷ്യൽ എന്നുള്ള ആ ഒരു പോയിന്റ് ആണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് ഈ ഒരു ഞാൻ രണ്ടാമത്തെ എന്റെ ആ ഒരു വെബിനാറിൽ അന്ന് പങ്കെടുത്ത ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാം, എന്തുകൊണ്ടാണ് നമ്മളെ ഏർലി ചൈൽഡ്ഹുഡ് പാരന്റിങ് ക്രൂഷ്യൽ? അന്ന് പങ്കെടുത്തവരോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് വല്ല ധാരണയുള്ള ആളുകളുടെയും ഒന്ന് പറയാം.
ഇല്ലാന്ന് തോന്നുന്നു. ഹലോ സാറേ, Okay. പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറയണ്ടല്ലോ. പറഞ്ഞു. ആരായാലും പറഞ്ഞോളൂ. നോ പ്രോബ്ലം. ആരായാലും പറഞ്ഞോളൂ. ഞാൻ എന്താ വെച്ചാൽ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാണ് നല്ലത്. കാരണം നമ്മള് ഒരു വണ്ടി ആണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ഞാൻ എന്റെ ഇൻട്രോ പറഞ്ഞോ, ആർക്കും എടുത്തോളാം. പറയാം. കുഴപ്പമില്ല, നോ പ്രോബ്ലം. സാർ പറഞ്ഞു. അല്ല, ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ബേസിക് സ്ക്രിപ്റ്റ്സ് ആണ്. ബേസിക് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലയിലെഴുത്താണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മോൾഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യാക്ഷരികൾ ആരംഭിക്കുന്ന അവിടെ വെച്ചാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന. മാത്രമല്ല, ഈ സമയത്ത് ഒരു 13 ഇയേഴ്സ് വരെയുള്ള കാലത്ത് നമുക്ക് വിവേചന ബുദ്ധി പ്രവർത്തിക്കാത്തൊരു കാലഘട്ടമാണ്. അവിടെ നമ്മളെ പ്രീ ഫ്രോണ്ടൽ ലോബ് വർക്ക് ചെയ്യാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ ശരിയായും തെറ്റായും വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടം. അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ബാധ്യത നമ്മുടെ പാരൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ ഉണ്ട്. അതാണ് വേറൊരു കാര്യം. അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. താങ്ക് യു സർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് അതില് സാറ് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അന്ന് ഞാൻ എലിസബത്ത് ഹാർലോക്കിന്റെ ഡെവലപ്മെന്റൽ സൈക്കോളജി ബേസ് ചെയ്തിട്ട് അവരെ എന്താ പറയാ നമ്മളെ ചൈൽഡ്ഹുഡിന്റെ കാറ്റഗറി ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് പറയാൻ കാരണം സാറ് പറഞ്ഞ ഒരു വാക്ക് തലയിലെടുത്ത് എന്നാണെങ്കിലും അത് പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എന്താണെന്ന് വെച്ചാല് സയന്റിസ്റ്റുകൾ പറയുന്നത്, പിന്നെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, നമ്മുടെ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 6 വർഷം, ജന്മം മുതൽ ഫസ്റ്റ് 6 ഇയേഴ്സ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 7 ഇയേഴ്സ്, ഈ 7 ഇയേഴ്സിനുള്ളിൽ ആ കുട്ടി എന്തെല്ലാം നേടിയോ അതിന്റെ റിഫ്ലക്ഷൻ ആണ് തുടർന്ന് അങ്ങോട്ടുള്ള ലൈഫ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നേടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുട്ടി എന്ന് പറയുന്നത് അത് ഹെറിഡിറ്ററി ഉണ്ട്, അതിൽ എൻവയോൺമെന്റ് ഉണ്ട്, അല്ലെ? ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇത് പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണെന്ന് പറയാം. ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ പാർട്ട്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള പാരന്റ്സിൽ നിന്നും ആക്വയർ ചെയ്ത് കിട്ടിയിട്ടുള്ള, പിന്നെ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള കാര്യമാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ അതിന് കൂടെ തന്നെ നമ്മൾ പറയുന്നു എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കുട്ടി സറൗണ്ടിങ്ങിൽ നിന്നും, സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമുക്കറിയാം ആദ്യത്തെ 6 വർഷം ഏറ്റവും കൂടുതൽ കുട്ടി ചെലവഴിക്കുക വീട്ടിൽ തന്നെയാണ്. അപ്പൊ വീട്ടിൽ നിന്നുള്ള പാരന്റ്സ്, സിബ്ലിങ്സ്, മറ്റ് കുടുംബക്കാര്, ഇനി അല്ലെങ്കിൽ ആ കുട്ടി പിന്നെ എന്താ പറയാ KG ഒക്കെ ആയിട്ട് പിന്നെ ഡേ കെയറുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള ആയമാർ, അവിടെയുള്ള ടീച്ചേഴ്സ്, ഇവരിൽ നിന്ന് എല്ലാം ആയി ആ കുട്ടി കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് ഫീഡ് ചെയ്യും. സാറ് പറഞ്ഞ പോലെ തലയിലെത്ത് എന്ന് പറയുമെങ്കിലും അത് ആ കുട്ടിയുടെ എന്താ പറയാ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്യും. പിന്നീട് അതിന്റെ ഒരു ബേസിലാണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ഇതെന്തിനാ നമ്മൾ പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ പാരന്റ്സിന്റെ കൂടെ ഈ കുട്ടി എന്ന് പറയാനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഉള്ള പാരന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ അന്നത്തെ ഒരു സെഷനിൽ പറയാൻ ശ്രമിച്ചത്. നമുക്ക് വീഡിയോയിൽ കാണാത്തവർക്ക് അത് കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പിന്നെ തുടർന്നുള്ള ആ കുട്ടിയുടെ മുഴുവൻ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ആ കുട്ടിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് എല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ആദ്യത്തെ 6 വർഷം, ജനം മുതൽ ഒരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷം വരെയുള്ള ആ കാലഘട്ടത്തിലുള്ള കുട്ടിക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ പ്രതിഫലനമാണെന്നാണ്. അപ്പൊ അവിടെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ആസ് പാരന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ ഈ ഒരു പ്രായത്തിൽ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതുണ്ടെന്നതാണ്. അപ്പോൾ ഇനി ഞാൻ നമ്മളെ എന്താ പറയാ പാരന്റിങ് സ്റ്റൈൽ എന്നുള്ള അതിന്റെ ഡിസ്കഷനിലേക്ക് പോവാണ്. ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, ഞാൻ ഇവിടെ 4 സൂചിപ്പിച്ചല്ലോ. ഈ എന്താ പറയാ ഓതോറിറ്റേറിയൻ, പെർമിറ്റീവ്, അഗ്രസീവ്. വൺ ബൈ വൺ ആയിട്ട് അതിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തത് ഒന്നാമത്തെ എടുക്കുന്നത് ഓതോറിറ്റേറിയൻ എന്നുള്ളതാണ്. ഓതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരാണ് സ്ട്രിക്റ്റ് പാരന്റിങ്. അതായത് എപ്പോഴും ഒരു അതോറിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു പാരന്റ് ആയിരിക്കും. പാരന്റ് മീൻസ് അത് മേ ബി ഫാദർ ഓർ മദർ, ചിലപ്പോൾ രണ്ടാളായിരിക്കാം. ഓക്കെ, എങ്ങനെയായാലും ഓൾ ടുഗദർ അങ്ങനെ അത്തരത്തിലൊരു ടോട്ടലി ആ വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അത്തരം പാരന്റ്സിനാണ് ഓതോറിറ്റേറിയൻ പാരന്റ് എന്ന് പറയുക. ഈ പാരന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ അവര് വളരെ സ്ട്രിക്റ്റ് റൂൾസ് എല്ലാം അവർ സെറ്റ് ചെയ്യും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി വൈകുന്നേരം 6 മണിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണം, അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ പോകണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. അത് ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയെ ഇന്റർഫിയർ ചെയ്യും, അവന്റെ കാര്യങ്ങൾ ഇടപെടും.
അനാവശ്യമായി പോലും അവന്റെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇടപെടും. ഓക്കെ, ആ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം പാരന്റിന് വേണ്ടത് ഒബീഡിയൻസ് ആണ്. ആ കുട്ടി 100% ആ പാരന്റിനെ ഒബേ ചെയ്തിരിക്കണം, അനുസരിച്ചിരിക്കണം. ഡിസിപ്ലിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ആ പാരന്റ് ചെയ്യില്ല. അത് മാത്രമല്ല ഒരു ഫ്ലെക്സിബിലിറ്റിയും ഡിസിപ്ലിന്റെ കാര്യത്തിലോ ഇത്തരത്തിലുള്ള കാര്യത്തിലോ ഒന്നുമില്ല. പിന്നെ മറ്റൊന്ന് അതൊരു ഒരുതരം വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. വൺ വേ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് യാതൊരു വോയിസും ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇത്തരം ഒരു പാരന്റിന്റെ ഒരു അവസ്ഥ കൂടെ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഈ പാരന്റ് ഇങ്ങനെയാണല്ലോ ഉള്ളത്. ആ പാരന്റ് എന്തെങ്കിലും ഒന്ന് കണ്ടു, ആ കണ്ടിട്ട് കുട്ടിയെ ഒന്ന് നാലാങ്ങ് തല്ലിയപ്പോഴാണ് മനസ്സിലായത് ആ പാരന്റ് ശരിക്കും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താണ്, പാരന്റ് തെറ്റിദ്ധരിച്ചതാണ്. ആക്ച്വലി ആ കുട്ടി തല്ലേണ്ട ആവശ്യമില്ല. മേ ബി ഫോർ എക്സാമ്പിൾ, ആ വീട്ടിലൊരു ഈ മുതിർന്ന കുട്ടിയാണ് പാരന്റ് തല്ലെങ്കിൽ ശരിക്കും ആ ഒരു ചെറിയ കുട്ടി അവിടെ കരയുന്നത് കണ്ട് ഈ മുതിർന്ന കുട്ടി തല്ലിയാന്ന് വിചാരിച്ചിട്ടാണ് പാരന്റ് തല്ലുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. എന്നാൽ ആ കുട്ടി സംഭവം വേറെന്തോ കാര്യത്തിന് വേണ്ടി കരഞ്ഞതാണ്. ഈ കുട്ടി ശരിക്കും ആശ്വസിപ്പിക്കാൻ വന്നായിരിക്കും, പക്ഷെ അവിടെയും തല്ല് കിട്ടിയായിരിക്കാം ഈ മൂത്ത കുട്ടിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ, അപ്പൊ അവിടെ ഒരിക്കലും ഈ മൂത്ത കുട്ടി, അടി കിട്ടിയ കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് കുട്ടിയുടെ ന്യായം പറയാൻ അവൻ ശ്രമിക്കില്ല. കാരണം തുടക്കത്തിൽ അവൻ ശ്രമിച്ചിരുന്നു. ഓക്കെ, അവന്റെ ഇത്തരം ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ അവൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ ചോദ്യം ചെയ്യാൻ ആയോടാ എന്നും പറഞ്ഞ് പാരന്റ് അയാളുടെ അതോറിറ്റിയെ ചോദ്യം ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒന്നുകൂടെ 4 അടി കൊടുത്തതെന്ന് തന്നെ ആ കുട്ടി എന്ത് ചെയ്യിക്കും, പിന്നീട് ഒന്നും എന്ത് കുട്ടിയുടെ അടുത്ത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ആ കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിനെ നിഷേധിക്കാനോ അത് ഞാൻ ഇങ്ങനെയല്ല എന്ന് ക്ലാരിഫിക്കാനോ പോകില്ല. ഓക്കെ, അപ്പൊ അതായത് ഒക്കെ വൺ വേ ആയിരിക്കും. അതിൽ യാതൊരു എന്താ പറയാ, ഒരു കുട്ടിക്ക് ഒരു വോയിസ് അവിടെ ഉണ്ടാവില്ല. പിന്നെ ആ പാരന്റിന്റെ മെയിൻ എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആയിരിക്കും. പണിഷ്മെന്റ് കുറഞ്ഞ യാതൊരു ഇതുണ്ടാവില്ല. പിന്നെ ആ പാരന്റിന് കുട്ടിയായിട്ട് ഒരു ഇമോഷണൽ ടച്ചോ ഒന്നും ഉണ്ടാവില്ല, ഒരു സ്നേഹം കാര്യങ്ങളൊന്നും കരുതൊന്നും ഉണ്ടാവില്ല. പാരന്റിനെ പാരന്റിന് ആളുടെ ആ ഒരു അതോറിറ്റി അവിടെ ആര് ചോദ്യം ചെയ്തോ, അതിനിപ്പം കുട്ടിയാണെന്നാണെന്നില്ല, അവിടുത്തെ സ്വന്തം സ്പൗസ് ആയാലും ശരി, അവിടെ ആ രീതിയിലായിരിക്കും ആള് പെരുമാറും. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഇത്തരം ഒരു പാരന്റിങ് സ്റ്റൈലിന്റെ ഔട്ട്കം എന്ന് പറയുമ്പോൾ അത് റിസൾട്ട് വരുന്നത് കുട്ടിക്കാണ്. എന്താണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അതിന്റെ ഇമ്പാക്ട് എന്നാണ് ആൾക്കാൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കുട്ടിക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കുന്നതാണ്. ഞാൻ മുമ്പ് നമ്മളെ മോർണിംഗ് ടോക്കിൽ ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ചാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ ആത്മാഭിമാനം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇപ്പൊ എവിടെയും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തലയുയർത്തി നിന്ന് ഒരു ആത്മാഭിമാനത്തോടെ നിൽക്കാനുള്ള ഒരു ആ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം ഒരിക്കലും അത്തരത്തിലൊരു സെൽഫ് എസ്റ്റീം എന്നുള്ള ആ കുട്ടിക്ക് ഇല്ല, ഒരു ആത്മാഭിമാനം എന്നുള്ള കുട്ടിക്ക്. കാരണം എപ്പോഴൊക്കെ ആത്മാഭിമാനം കാണിക്കാൻ ശ്രമിച്ചോ അവിടെയൊക്കെ ആ കുട്ടി കൂടുതൽ അടിച്ചമർത്തപ്പെട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോ ഇത്തരം കുട്ടികൾ അഡോളസെന്റ് ഏജ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, റബല്യസ് മാറാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പറഞ്ഞത് ഇത്തരം കുട്ടികൾ എപ്പോഴും ഒരു വിഡ്രോ, ഒരിക്കലും അവരുടെ സ്വന്തം ഇതൊന്നും എവിടെയും പറയൂല, അവർക്ക് അവരുടെ അഭിപ്രായം ഒന്നും അവർ പറയൂല. ഒരു വിഡ്രോവൽ ആയിരിക്കും, ഇൻട്രോവേർട്ട് ലെവലിലേക്ക് അവർ മാറും. അതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയില്ല. ഓക്കെ, ഒരു സ്വന്തം കാര്യം എക്സ്പ്രസ് ചെയ്യാനൊന്നും ഒരു കൂട്ടത്തിലാണെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനൊന്നും അവർക്ക് കഴിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഒതോറിറ്റേറിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഞാൻ ആദ്യം പറയുന്ന റെസ്പോൺസീവ്നെസ് ഡിമാൻഡിങ്, അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ഹൈ ഡിമാൻഡാണ്, ഹൈ എക്സ്പെക്ടേഷൻ ആണ് പാരന്റിനുള്ളത് കുട്ടിയെ. പക്ഷെ യാതൊരു സപ്പോർട്ടും ഇല്ല, ലോ സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോ ഇതാണ് ഈ ആ ഒരു ഡയമെൻഷൻ വെച്ച് നമുക്ക് ഈ ഒരു സ്റ്റൈലിനെ പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പെർമിസീവ് എന്ന് പറയും. പെർമിസീവ് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റു പേരുകൾ എന്ന് പറഞ്ഞത് ഇന്റലിജന്റ് അല്ലെങ്കിൽ ലീനിയന്റ്, എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്ന ഒരു പാരന്റാണ്. എല്ലാത്തിനും വഴങ്ങുക എന്ന് പറയുമ്പോൾ കുട്ടി എന്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് അത് അംഗീകരിച്ചു കൊടുക്കും. അവിടെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കുട്ടി പറഞ്ഞു അതിനെ ഒന്ന് ചിലപ്പം പാരന്റ് എതിർക്കാൻ ശ്രമിക്കും, പക്ഷെ അപ്പൊ കുട്ടി വാശി പിടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പാരന്റ് പെട്ടെന്ന് വഴങ്ങി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മറ്റൊരു സ്റ്റൈൽ. ഈ ഒരു സ്റ്റൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതില് പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പാരന്റിനെ വെച്ചിടത്തോളം ഹൈ സപ്പോർട്ടാണ് എല്ലാത്തിനും. ഓക്കെ, ഹൈ സപ്പോർട്ടാണ്. എന്നാൽ ഒരു പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡ് കാര്യങ്ങളൊന്നുമില്ല. ഡിമാൻഡിങ്സ് ഇല്ല എന്നാൽ പ്രത്യേകിച്ച് റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. അപ്പൊ ഇത്തരം കുട്ടികളുടെ പാരന്റ്സിന്റെ മക്കളുടെ ഒരു ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഹൈ സെൽഫ് എസ്റ്റീമും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാവും. അവർക്ക് ആത്മാഭിമാനം കൂടും.
കാരണം സ്വന്തം പാരൻസിൽ നിന്ന് എന്തിനും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വളരെ ലോ സെൽഫ് കൺട്രോൾ ആയിരിക്കും അവർക്ക്. ഒരു വളരെ പുവർ ആയിട്ടുള്ള ഒരു സെൽഫ് കൺട്രോൾ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ആളുകൾ ഇപ്പൊ അവരൊരു സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അത് നന്നായി സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെ ഈ റൂൾസ് റെഗുലേഷൻസ് ഒന്നും അവർക്ക് എന്തില്ല, തീരെ താല്പര്യമില്ല മീൻസ് അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി വീട്ടിൽ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് റെഗുലേഷൻസ് ഒന്നും അവര് പരിചയിച്ചിട്ടില്ല, അങ്ങനെ അനുഭവം അവർക്കില്ല. അതുപോലെ തന്നെ എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ തടസ്സം വരുമോ അവിടെയൊക്കെ അവര് കൂടുതൽ അങ്ങ് ഒരു പ്രശ്നക്കാരായി മാറും. പിന്നെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് അവർക്ക് തീരെ ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരായിട്ടൊന്നും പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്ത് വന്നാലും അവിടെ എന്ത് ചെയ്യുന്നു, പാരന്റ്സ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞത് മൂന്നാമത്തെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നെഗ്ലക്ട്ഫുൾ എന്ന് പറയും. നെഗ്ലക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് അൺഇൻവോൾവ് ഒരു പാരന്റ് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് പാരന്റ് ആണ്. ആ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാവും, അൺഇൻവോൾവ് ആണ്. നെഗ്ലക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഇൻവോൾവ്മെന്റും ആ പാരന്റ്സിനില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധ അവർക്ക് ഉണ്ടാവില്ല. അവര് കുട്ടികളെ അവർക്ക് തോന്നിയ പോലെ വിട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡയമെൻഷൻ വെച്ച് പറയുകയാണെങ്കിൽ വളരെ ലോ സപ്പോർട്ടാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒരു പിന്നെ പ്രത്യേകിച്ച് ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും അവർക്കുണ്ടാവില്ല. കുട്ടികൾക്ക് വേണ്ടതൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒരു പാരന്റ് എന്നുള്ളവർക്ക് അവർക്ക് കൊടുക്കേണ്ട ബേസിക് നീഡ്സ് എല്ലാം ആ പാരന്റ് കൊടുക്കും, അതിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് ഇത്തരം കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസോ കെയറോ സ്നേഹമോ അങ്ങനത്തെ ഒരു ഇമോഷണൽ ഒന്നുമില്ല. അതായത് പൊതുവെ എന്താ വെച്ചാല് വളരെ വർക്ക്ഹോളിക് ആയിട്ടുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലാണ്. കാരണം അവർക്ക് അവരുടെ ജോലി അവരുടെ കാര്യങ്ങൾ അങ്ങനെ അവരുടെ കാര്യങ്ങൾ വരുന്ന ഒരു കോള് വന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ആളുകൾ ഞാൻ പറഞ്ഞല്ലോ സാറിന്റെ റേഞ്ച് പോയതാണോ? അല്ല സാറിന് കോൾ എന്തോ വന്നപ്പോ നെറ്റ് കട്ടായി തോന്നുന്നു. ഓ ശരി. ഹലോ ഹലോ യെസ് സാർ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ്, കണ്ടിന്യൂ ചെയ്തോ. സോറി കേട്ടോ, അതെ എന്ന് വെച്ചാല് ഞാൻ എന്റെ സ്കൂളിൽ നിന്നും ഒരു കോള് വന്നാണ്. ആദ്യത്തെ കോള് ഞാൻ കട്ട് ചെയ്തു, പക്ഷെ റിപ്പീറ്റഡ്ലി വിളിച്ചപ്പോ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കാര്യം പറഞ്ഞാണ്. സോറി. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? യെസ് സാർ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ നെഗ്ലക്ട്ഫുൾ അല്ലെങ്കിൽ അൺഇൻവോൾവ് പാരന്റ് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് പാരന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പാരന്റിനെ വെച്ചിടത്തോളം അവർ മക്കളുടെ യാതൊരു ശ്രദ്ധ ഉണ്ടാവില്ല. അവരുടെ കാര്യം അവരുടെ ജോലി അവർ അങ്ങനെ പോകും. ഇവര് എത്രത്തോളം വെച്ചാല് ഇപ്പൊ ചില പാരന്റ്സിനെ നമുക്ക് ചോദിച്ചാൽ അവര് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ മക്കൾ ഏത് ക്ലാസ്സിനാ പഠിക്കുന്നതെന്നോ ഏത് കോഴ്സിനാ പഠിക്കുന്നത് വെച്ചാൽ പോലും അറിയാത്ത പാരന്റ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മളാണെന്നല്ല, ഇത്തരം പാരന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാമെന്ന് പറയോ? അതായത് മക്കൾ ഏത് കോഴ്സിന്, അപ്പം ചെറിയ ക്ലാസ്സുകളൊക്കെ ഓക്കെ, അത് കഴിഞ്ഞാല് അവരേത് ക്ലാസ്സിനാ ഏത് കോഴ്സാ ചെയ്യുന്നോ, ഈവൻ ഇപ്പൊ ഒരു ക്ലാസ് ആണ് ചിലപ്പോൾ 7-ാം 8-ാമെന്ന് കൃത്യമായിട്ട് അറിയാത്ത, അതായത് ഇന്നേ വരെ ഒരു പാരന്റ്സ് മീറ്റിങ്ങിനോ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരിക്കലെങ്കിലും ആ സ്കൂളിലോ ആ പാരന്റ് പോയിട്ടില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അത്രത്തോളം മക്കളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും ഇല്ലാത്ത, എന്നുവെച്ചാൽ അവരവരെ വഴിക്ക് വിടും. പിന്നെ യാതൊരു ഇമോഷണലി യാതൊരു കണക്ഷനും ഇല്ല. അവർ ഈ പറഞ്ഞ പോലെ യാതൊരു ഗൈഡൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പാരന്റ്സിനെ നമ്മൾ അൺഇൻവോൾവ് അല്ലെങ്കിൽ നെഗ്ലക്ട്ഫുൾ പാരന്റ് എന്ന് പറയാം. ഇനി ഇത്തരം കുട്ടികളുടെ ആ കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞത് വളരെ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് അത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരായിട്ട് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റ്, കാരണം
ഓൾറെഡി ഒരു പാരന്റ് ചൈൽഡ് എന്നുള്ള അറ്റാച്ച്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരന്റ് ചൈൽഡ് അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായിട്ടും അറ്റാച്ച്മെന്റ് ആക്കാൻ വളരെ ഒരു പ്രയാസമായിരിക്കും. ഓക്കെ, ഇതിന്റെ മറ്റൊരു വശം എന്ന് വെച്ചാൽ ഇത്തരം കുട്ടികൾ പലപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോഴേക്കും അവർ ഡിപ്രഷനിലേക്ക് വീണ് പോകും. അതുപോലെ മറ്റൊരാളെയും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. കാരണം അവർക്ക് തണലാവേണ്ട, അവർക്ക് എല്ലാമായി അവർക്ക് ഒരു ട്രസ്റ്റ്ഫുൾ ആയി നിൽക്കേണ്ട പാരന്റ്സ് ട്രസ്റ്റ്ഫുൾ അല്ല എന്നവർ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മനസ്സിലാക്കുക ഈ ലോകം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, അവര് യാതൊരു തരത്തിലുള്ള ട്രസ്റ്റും ഇല്ലാതെ മറ്റുള്ളവരെ ഒന്നിനെയും ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തത്. ഇനി ഏറ്റവും അവസാനം ഇപ്പൊ ഞാൻ 3 പറഞ്ഞു, അതോറിറ്റേറിയൻ, നെഗ്ലെക്റ്റ്ഫുൾ ആൻഡ് പെർമിസീവ്. ഓക്കെ, ഇത് ഒരു 4ാമത്തെയാണ്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു 4ാമത്തത് അത് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും 4ാമത്തെ ഞാൻ പറയാൻ പോകുന്നത്? അതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. അതോറിറ്റേറ്റീവ് ആരെങ്കിലും ഒന്ന് പറയാം. അതെ, വെരി ഗുഡ്, അതോറിറ്റേറ്റീവ് ആണ്. ഒന്ന് പറയാം. അതോറിറ്റേറ്റീവ് എന്താ പറയണ്ടേ, അതിന്റെ ഡെഫിനിഷൻ ആണോ? അല്ല, ജസ്റ്റ് എന്തായിരിക്കും ഞാനിപ്പോ പറഞ്ഞ പോലെ അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളതല്ല, ആ ഒരു പാരന്റിന്റെ ഒരു ഒന്നോ രണ്ടോ ക്വാളിറ്റി മാത്രം പറഞ്ഞാൽ മതി. അതെന്ന് പറയുന്നത് കുട്ടികളെ ഒരേ സമയം മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങളെ അവരെ കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളെ അവരെ കൊണ്ട് തന്നെ മാറ്റിയെടുത്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് പാരന്റിങ്. അതിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് സോഷ്യലി അവർക്ക് പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും, ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, അങ്ങനെ പല പല പ്രോബ്ലംസ് ഗുണങ്ങളും കാണും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതാണ് ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞതെല്ലാം നമുക്കറിയാം. അത് ഹെൽത്തി ഒരു പാരന്റിങ് അല്ല, നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഒരു നല്ല പാരന്റിങ് ആവണമെങ്കിൽ അത് ഈ പറഞ്ഞതിനെല്ലാം കറക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഇവിടെ സാർ പറഞ്ഞ പോലെ അതിന്റെ പേര് എന്ന് പറയുന്നത് ഓതോറിറ്റേറ്റീവ് എന്നാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയാം ബാലൻസ്ഡ് പാരന്റിങ് എന്നാണ്. ബാലൻസ്ഡ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റിന്റെ 2 ഡയമെൻഷനുകളാണ് റെസ്പോൺസീവ്നെസ്സും ഡിമാൻഡിങ്നെസ്സും. റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഹൗ സപ്പോർട്ടീവ് യു ആർ, നിങ്ങളുടെ കുട്ടികൾ അതിൽ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ടീവ് ആണ്, എത്രത്തോളം അവരെ സ്നേഹിക്കുന്ന, എത്രത്തോളം ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആണ്. ഹൗ ഡിമാൻഡിങ് യു ആർ, എത്രത്തോളം നിങ്ങളെ റൂൾസ് സെറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ കുട്ടികളെ അതിൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ നെഗ്ലെക്റ്റ്ഫുൾ എന്നുള്ളതിൽ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ല, കുട്ടികൾക്ക് യാതൊന്നുമില്ല, ഒരു പ്രതീക്ഷയില്ല, ഒന്നുമില്ല, ഒരു റൂളില്ല, ഒന്നുമില്ല. എന്നാൽ ഈ ഡിമാൻഡിങ്നെസ് എന്നുള്ളത് വളരെ ലോ ആണ് അവിടെ. ഇവിടെ നമ്മൾ പറയുമ്പോൾ എത്രത്തോളം നമ്മൾ ഇതാണെന്നുള്ളതാണ്. ഇവിടെയാണ് ഹൈ റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ ഹൈ സപ്പോർട്ടീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ ഡിമാൻഡിങ്നെസ് ആണ്, അഥവാ നല്ല സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ പ്രത്യേകതയേ ഉള്ളൂ, സപ്പോർട്ടീവ് ആയിരിക്കും, നല്ല സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അതേ സമയം റൂൾസും കാര്യങ്ങളും ഡിമാൻഡിങ്നെസ് വരുമ്പോൾ, നമ്മുടെ റൂൾസ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ അവർ നന്ന ക്ലിയർ ആയിട്ട് അവരെ ബോധ്യപ്പെടുത്തും. നമ്മുടെ സാർ പറഞ്ഞ പോലെ അവരെ മനസ്സിലാക്കിപ്പിക്കും. അതായത് വെറുതെ ഇപ്പൊ അതോറിറ്റേറിയൻ ആണെങ്കിൽ എന്താ പറയാ, അതോറിറ്റേറിയൻ പറയും ഞാൻ പറഞ്ഞു അതുകൊണ്ട് നീ അനുസരിക്കണം, തിരിച്ചൊന്നും പറയാനുള്ള യാതൊരു വോയിസ് അവിടെ ഇല്ല, 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2 വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് മാത്രമല്ല, കുട്ടിയുടെ പെർസ്പെക്റ്റീവ് കേൾക്കാൻ ആ പാരന്റ് നമുക്കറിയാം. ആസ് എ പാരന്റ് നമ്മൾ we must be a good listener to our children ആണ്. നമ്മൾ അവരെ കേട്ടില്ലെങ്കിൽ ആരാണ് അവരെ കേൾക്കുന്നത്, അവരിലേക്ക് അവർ പോകും, നമുക്കറിയാം. അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഡിമാൻഡിങ്നെസ് അല്ലെങ്കിൽ റൂൾസ് എക്സ്പെക്ടേഷൻ എന്നുള്ള പറഞ്ഞതിൽ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും അവർ. എന്നാൽ അത് വെറുതെ പറയുന്നതല്ല, ദേ വിൽ കൺവിൻസ്. അല്ലെ, ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു കുട്ടി ഒരു വൈകുന്നേരം പോവാണ്, ആ കുട്ടി പോയി കഴിഞ്ഞാൽ ഇച്ചിരി വൈകും എന്നൊരു നമുക്കറിയാം. കുട്ടി തിരിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ എന്തിനോ പോവാണ്. അപ്പോ നമ്മൾ ആ പാരന്റിനോട് പറയും, ആ ഒരു അതോറിറ്റേറ്റീവ് പാരന്റാണ് എന്താ പറയാ, ഓക്കെ നിനക്ക് പോകാം, ഐ ട്രസ്റ്റ് യു, എനിക്ക് ഇതിന് വിശ്വാസമുണ്ട്, എന്നാൽ നീ നേരെ വൈകിയാൽ അത് നിന്റെ സേഫ്റ്റിക്ക് പ്രയാസമാണെന്ന് നിനക്കറിയാമല്ലോ. അതായത് ആ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഓക്കെ, ഐ ട്രസ്റ്റ് യു എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടി ഓക്കെ, എന്റെ പാരന്റ് എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഇനഫ് ഫോർ ഒരു ചൈൽഡ് എന്നുള്ള ആ കുട്ടിക്ക് അത് മതി. ഓക്കെ, ഒരു എംപത്തറ്റിക് ഒരു പിന്നെ എന്താ പറയാ അപ്രോച്ച് ആണത്. അതോടുകൂടി പിന്നെ ബാക്കി പറയുന്ന കാര്യം കുട്ടി ആക്സെപ്റ്റ് ചെയ്യും. അതായത് ഓക്കെ, എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. സോ ഞാൻ എന്നെ എത്രയും സ്നേഹിക്കുന്ന എന്റെ വേണം, ഓൾറെഡി അഫെക്ഷനേറ്റ് ആണ്, സപ്പോർട്ടീവ് ആണ്,
അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, അത് ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഇവിടെ നോ ഡൗട്ട് ഡിസ്കഷൻ ഉണ്ടാവും, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നന്നായിട്ട് കുട്ടിയെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യും, നന്നായിട്ട് അത് റിവാർഡ് കൊടുത്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്രീഷിയേഷൻ എന്ന വളരെ മോശം ഇമ്പോർട്ടന്റ് കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികളെ മനസ്സിലാക്കാം. കുട്ടികളെന്നല്ല, നമ്മളാണെങ്കിലും ഒരു ആള് നമ്മെ ഒരു കാര്യത്തിൽ ഉള്ള കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നമ്മളാണെങ്കിലും നമ്മുടെ ഡോക്ടർ ലെവൽ ഇച്ചിരി കൂടും, നമുക്കൊരു ആശ്വാസമാണ്, സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് വേണ്ടതാണ് പരിഗണനയും, അവർക്ക് പിന്നെ എന്താ പറയാ, അവർക്ക് അപ്രീസിയേഷൻ അവർക്ക് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ അവര് പിന്നെ എന്തായിരിക്കും, ഇത്തരം പാരന്റ്സ് നന്നായിട്ട് അവരെ പോസിറ്റീവുകൾക്ക് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോഴേ പോസിറ്റീവുകൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പാരന്റ്സിന് എന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ അവരെ തിരുത്താനുള്ള ഒരു പിന്നെ അർഹതയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ലോജിക്കലായിട്ടുള്ള കോൺസിക്വൻസസ് ഈ പറഞ്ഞ പോലെ അത് അവരെ പിന്നെന്താ പറയാ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നതാണ്. ഇനി ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ഹൈ സെൽഫ് എസ്റ്റീം ആയിരിക്കും, നല്ല ആത്മാഭിമാനം ഉണ്ടായിരിക്കും. അവരവരുടെ അഭിപ്രായങ്ങൾ എവിടെയും, ആത്മാഭിമാനമുള്ള ഒരാൾക്ക് നാലാളുടെ മുമ്പിൽ എണീച്ച് നിൽക്കാൻ കഴിയുള്ളൂ, ചിലർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അവർക്ക് അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. അത് തെറ്റിയോ തെറ്റില്ലെന്നോ അവർ നോക്കില്ല, അവർ അത് വളരെ അഭിമാനത്തോടുകൂടി എണീച്ചെന്ന് പറയും. ഇനി അവരുടെ അക്കാഡമിക് അച്ചീവ്മെന്റ്സ്, അതുപോലെ തന്നെ എക്സ്ട്രാ കോ കരിക്കുലർ എല്ലാം വളരെ ഹൈ ആയിരിക്കും ചില ആളുകൾക്ക്. പിന്നെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അവർക്ക് തന്നെ സ്വയം ഒരു അവർ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം ഈ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ പാരന്റ്സിന്റെ അടുത്ത് അവർക്ക് ഇതിരുന്നാവും, പിന്നെ ഇത്തരം അപ്രീഷിയേഷനും റിവാർഡൊക്കെ കിട്ടിയോണ്ട് തന്നെ അവർ ആ നിലക്ക് എന്ത് ചെയ്യും, ഇൻട്രിൻസിക് ആയിട്ട് അവർ മോട്ടിവേറ്റഡ് ആയിരിക്കുന്നതാണ്, സ്വയം തന്നെ അവർ മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ ഇമോഷണൽ റെഗുലേഷൻ, ഇമോഷണൽ കൺട്രോൾ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഇത്തരം കുട്ടികൾക്ക് നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോ ഈ ഒരു 4 സ്റ്റൈലുകൾ ഞാൻ അവിടെ പറഞ്ഞു. അതിൽ 4ാമത്തേതാണ് ഏറ്റവും നല്ലത്, ഹെൽത്തി എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാണ്. ഈ 4 നിങ്ങൾ ഏതാണ് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയാസം അല്ലെങ്കിൽ ഒന്നുകിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം. സ്ഥിരം പറഞ്ഞത് നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് പറയാം. ചിലപ്പോൾ മിക്സ് ആയിരിക്കാം, അതാണെങ്കിൽ അങ്ങനെയും പറയാം. പറയാമോ ഇതിലേതാണ് നിങ്ങൾ എന്നുള്ളത്? ഓക്കെ, ഗുഡ്. അല്ല, പ്രത്യേകിച്ചും കാലങ്ങളായി നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ള സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഇത്തരം ക്ലാസ് കേൾക്കുന്ന ആളുകൾ എന്നുള്ളതൊക്കെ പണ്ട് എന്ത് എന്നുള്ളതല്ല ഇപ്പൊ എന്തെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പണ്ട് എന്തും ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഞാനടക്കം പണ്ട് ചിലപ്പം മറ്റൊന്നായിരിക്കാം, പക്ഷെ ഇപ്പൊ ഇന്നത് പറയണമെങ്കിൽ എനിക്കുള്ള അർഹത വേണമല്ലോ, അതുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ 4 പറഞ്ഞു. ഒതോറിറ്റേറിയൻ, പെർമിസീവ് എന്ന് പറഞ്ഞാൽ എല്ലാം അനുവദിച്ചു കൊടുക്കുന്നത്, നെഗ്ലക്ട്ഫുൾ ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതായത് യാതൊരു കെയർ ഇല്ലാത്തവര്. ഫൈനലി അതോറിറ്റേറ്റീവ്. കുറച്ചുപേര് ചാറ്റ് ബോക്സിൽ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ കൂടെ ഒന്ന് പറയോ? ഓക്കെ 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 ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, അതായത് നിങ്ങൾ ഒരു 5 കാര്യങ്ങൾ എഴുതാനും അതിൽ നിങ്ങളുടെ അവസ്ഥ, ഞാൻ അതിലേക്ക് വരികയാണ്. ഇപ്പോ നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ചില ആഗ്രഹങ്ങളും അത് സാധിച്ചില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. മിക്സർ സ്വാഭാവികമാണ്, ഉണ്ടാവാം മിക്സർ, കാരണം നമ്മൾ പഠിച്ചു വരികയാണല്ലോ. അപ്പൊ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ ഒരു UK പാരന്റിങ് എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മളെ BBC മീഡിയയിലൊക്കെ പാരന്റിങ് ഒക്കെ സെഷൻ ചെയ്യുന്ന ഒരു ഓതറും കൂടെ ആയിട്ടുള്ള നമ്മളെ സ്യൂ അറ്റ്കിൻസിന്റെ ഒരു കോട്ടാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് നോ സച്ച് എ തിങ് ആസ് എ പെർഫെക്റ്റ് പാരന്റ്, സോ ജസ്റ്റ് ബി എ റിയൽ വൺ. ഒരിക്കലും ഒരു പെർഫെക്റ്റ് പാരന്റ് എന്നുള്ളതൊന്നും ഇല്ല. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ അതാവുക എന്നുള്ളതാണ്. യഥാർത്ഥമാവുന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പാരന്റിങ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് പഠിച്ച് ചെയ്യേണ്ടതാണ്, വെറുതെ യാദൃശ്ചികമായിട്ട് ചെയ്തു പോകേണ്ടതല്ല. കൃത്യമായി പഠിച്ച് നിങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്കൊരു പെർഫെക്റ്റ് ആകാൻ കഴിയില്ല. മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ
ഒരു നല്ലൊരു അതോറിറ്റേറ്റീവ് പാരന്റാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ആ ഒരു കോട്ടിങ് കൂടെ ഞാൻ സന്ദർഭയോടെ പറയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം, അതായത് നമ്മുടെ ഇഷ്ടങ്ങള്, ആ 5 ഇഷ്ടങ്ങള്, ഈ 5 ഇഷ്ടങ്ങൾ ഇന്ന് നിങ്ങളുടെ കുട്ടികൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് നിങ്ങളൊന്ന് ആലോചിക്കാം. ഞാനത് പറയാന്ന് വെച്ചാല്, നമ്മള് അതോറിറ്റേറ്റീവ് പാരന്റിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് അവർ എമ്പതറ്റിക് ആയിരിക്കുന്നതാണ്. എമ്പതറ്റിക് എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനത്ത് നിൽക്കുക. ഇപ്പം നമ്മളിപ്പോ എന്താ പറയാ, ചില ഉമ്മമാരും പിന്നെ അച്ഛന്മാരും അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ചെറിയൊരു കുട്ടിയോട്, അതായത് ഒരു 6-7 വയസ്സുള്ള കുട്ടീനോട് പിന്നെ മുതിർന്ന ആളുകളോട് പറയുന്ന പോലെയാണ് അവർ പറയുന്നത്. എന്താ നിനക്ക് ബോധമില്ലേ, നിനക്ക് ഉത്തരവാദിത്തമില്ലേ, നിനക്ക് അറിയൂല. അതായത് നമ്മൾ ഞെട്ടിപ്പോകും. കാരണം എന്താ വെച്ചാൽ അത് ഞെട്ടിപ്പോകുന്ന വെച്ചാൽ നമ്മൾക്ക് ആ അവയർനെസ് ഉള്ളതുകൊണ്ടാട്ടോ. ഇല്ല അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പറയാം. അതായത് ഒരിക്കലും ആ കുട്ടിയുടെ സ്ഥാനത്ത് ചിന്തിക്കുമ്പോൾ ആ പറയുന്നത് വലിയ വിഡിത്താണ്. കാരണം ആ കുട്ടി എന്നുള്ള നിലക്ക് കുട്ടിയുടെ ആഗ്രഹവും കാര്യങ്ങളും, അതാണ് ഫസ്റ്റ് ഞങ്ങളോട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ആഗ്രഹങ്ങൾ സാധിക്കാത്തൊക്കെ ഉണ്ട്. അത് പല കാരണങ്ങളുണ്ടാവും. പലപ്പോഴും ഒരു പേരന്റ് റെസ്ട്രിക്ഷൻസും റൂൾസ് ഒക്കെ വെക്കുന്നത് എന്തിനാ? ആ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ അത് നെഗറ്റീവായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഈ 4 സ്റ്റൈലുകൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആണല്ലോ. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയപ്പെട്ട തുടക്കത്തിൽ നമ്മൾ സൂചിച്ച 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങളെ ചെറുപ്പത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടികളോട് പെരുമാറുന്നത് കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ കുട്ടികളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എമ്പതറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ടൊരു നല്ലൊരു അതോറിറ്റേറ്റീവ് പാരന്റ് ആവുക. അതുപോലെ തന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഒരു ഇൻട്രിൻസിക് പാരന്റിങ് എന്ന സംഭവം കൂടെ ഉണ്ട്. അതായത് നമുക്ക് എന്താണോ നമ്മുടെ പാരന്റ്സിൽ നിന്ന് കിട്ടിയത്, നമ്മൾ അതിന്റെ ഒരു മിററിങ് ആയിരിക്കും നമ്മുടെ കുട്ടികളോട് എന്നാണ് പറയാം. അതായത് നമുക്ക് എന്താണോ കിട്ടിയത് അത് നേരെ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളോട് വളരെ ഹാർഷ് ആയിട്ട് ഒരു പാരന്റ്സ് ആണ് നമുക്കുള്ളതെങ്കിൽ ആ സംഭവം തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മുടെ മക്കൾക്ക് കൈമാറും. അപ്പൊ അതൊരു പക്ഷെ അവിടെ ഇത്തരം നമ്മുടെ ഈ കൂട്ടായ്മകളിലൂടെയൊക്കെ കിട്ടുന്ന അവയർനെസ്സിലൂടെയാണ് നമ്മളത് മാറി നല്ലൊരു ഇതിലേക്ക് വരേണ്ടതെന്നുള്ളതാണ്. മാറാൻ സാധിക്കും, അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, ഞാൻ പറയത്രേ ഉള്ളൂ. ഒരിക്കലും നമ്മളൊരു വെറും ഒരു ഇൻട്രൻസിക് ആവരുത്, എന്നാൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ അതോറിറ്റേറ്റീവ് പാരന്റ് ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ ഒരു ക്ലാസ്സോടെ പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാം, പോസിറ്റീവ് നെഗറ്റീവ് അത് മേ ബി. അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഹലോ. പറഞ്ഞോളൂ. സർ അൺമ്യൂട്ട് മൈക്ക് ചെയ്തിട്ടില്ല. ഓഫ് ആണ്. ഓക്കെ ഓക്കെ, സോറി. ഞാനൊരു യാത്രയിലായിരുന്നു, പക്ഷെ സാറിന്റെ ക്ലാസ് എല്ലാം കേൾക്കാൻ പറ്റി. അപ്പൊ ഞാൻ സത്യത്തിൽ ഇപ്പൊ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ആരോഗ്യ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രെയിനിങ് പാഷനായിട്ട് എടുത്തുകൊണ്ട് ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പൊ ഇന്ന് സാറ് പറഞ്ഞിട്ടുള്ള പാരന്റിങ്ങിന്റെ സത്യത്തിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു ട്രാൻസ്ഫോം ചെയ്യേണ്ട വ്യക്തികളായതുകൊണ്ട് തന്നെ ആദ്യം നമ്മളിലേക്ക് മാറ്റങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പൊ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. ഇപ്പൊ സാറ് പറഞ്ഞ ഈ 4 പോയിന്റ് വെച്ചിട്ട് ഞാൻ ഇതിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പൂർണ്ണമായിട്ടും അതോറിറ്റേറിയൻ അല്ല, മിക്സഡാണ്. അപ്പൊ എനിക്ക് എന്നിൽ തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാറിന് കിട്ടി. അപ്പൊ സാറിന് ഒത്തിരി നന്ദി അറിയിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു. ഹലോ സാർ. പാരന്റ് എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി നിർത്തി ഒരു പാരന്റിങ്ങിനെ പറ്റി സാറ് പറയുന്ന പോലെ തന്നെ ചിലയിടത്തൊക്കെ ഈ പ്രസന്റേഷൻ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ സാറിന്റെ ഈ ഒരു ക്ലാസ് കേട്ടതിൽ നിന്നും നമുക്ക് കുറച്ച് പോയിന്റുകളൊക്കെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസന്റേഷൻ ചെയ്യുന്നതിനകത്തുനിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സാർ ഫസ്റ്റ് തന്ന ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കട്ടെ. സാർ ആദ്യം പറഞ്ഞു അവസാനത്തേക്ക് മാറ്റാം. അതുകൊണ്ടൊന്ന് കേൾക്കാൻ ഒന്ന് ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ആ ടാസ്ക് ഒന്നുകൂടെ പറയാനാണോ ഉദ്ദേശിച്ചത്?
അല്ല സാർ, അത് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞായിരുന്നു, അതോ അത് നിർത്തിയതാണോ സാർ? അല്ല, ഓൾറെഡി അവസാനത്തേക്ക് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തു, ചെറിയ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ അവിടെ ക്ലിയർ ആണെന്ന് വെച്ചിട്ടാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളാണ് എഴുതാൻ പറഞ്ഞത്. അത് അതിൽ നടന്നതും നടക്കാത്തതും ഉണ്ടായിക്കോട്ടെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു വശത്ത് പാരന്റ്സ് വേണമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മുടെ പാരന്റ്സിനോട് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത്യാവശ്യം നല്ല കളിക്കുമായിരുന്നു. അപ്പോ അവിടെയൊക്കെ നമുക്ക് നമ്മള് പിന്നെ എന്താ പറയാ, കളിക്കാൻ വേണ്ടി വൈകുന്നേരം സ്കൂളിലോട്ട് ഓടി വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നീ ഒന്ന് കടയിൽ പോ എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി എന്നുള്ള നിലക്ക് നമുക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നാലും അവിടെ കടയിൽ പോ എന്ന് പറയുമ്പോഴും നീ ഇന്നലെ കളിച്ചില്ല, നാളെ നിനക്ക് കളിക്കാം എന്ന് കൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ നമുക്ക് അതൊരു ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അന്നത്തെ ഒരു ഇത് നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല. കാരണം നമ്മൾ അന്നത്തെ പാരന്റ്സിനായിട്ട് അറിയൂല. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അത്തരം കാര്യങ്ങള് നമ്മൾ ഇതേ കാര്യമായിരിക്കും നമ്മൾ കുട്ടികളോട് പറയാം. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ ആ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു. അത് ഹെർട്ട് ചെയ്തപ്പോ അത് തടസ്സം വന്നപ്പോ നമ്മൾ എത്രത്തോളം ഹെർട്ടായി നമുക്ക് ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതേപോലെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളും പെരുമാറുന്നതെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ നമ്മൾ അതേ പറഞ്ഞ് നമ്മൾ മക്കളോട് എമ്പതറ്റിക് ആണെന്ന് പറഞ്ഞത്. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കട പോലെ നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ അത് പിന്നെ അംഗീകാരം. പക്ഷെ അവിടെ നമുക്ക് എന്ത് പറയാം, നീ ഇന്നലെ കളിച്ചില്ലേ, ഇന്നൊന്ന് പോ, നാളെ നിനക്ക് കളിക്കാൻ പോകാം എന്ന് പറയുന്നതോട് കൂടി ആ കുട്ടി അത് ഉൾക്കൊണ്ട് പോകും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമ്മളെ കുട്ടികളോട് കാര്യം പറഞ്ഞതിന് മുമ്പ് നമ്മൾ ആ കുട്ടിയുടെ സ്ഥാനത്ത് നിർത്തുക. എന്നിട്ട് ആ കുട്ടിക്കത് എന്തായിരുന്നു ഇത്തരം സ്ഥലങ്ങളിൽ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ആ ആഗ്രഹത്തിന് നമുക്ക് തടസ്സം പ്രയാസമായിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു കുട്ടി നിലയ്ക്ക് അന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ആ പാരന്റിൽ നിന്നും, അത് നമ്മൾ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അതോറിറ്ററി പാരന്റ് ആവും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. അപ്പൊ സാറ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഇവിടെ, നമ്മളിപ്പം ഏത് ടൈപ്പ് പാരന്റ് ആണ് എന്ന് സാറ് ചോദിച്ചായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇവിടെ ഒരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്. അത് സാറൊന്ന് മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ സാറായിട്ടൊന്ന് ചോദിക്കുന്നത് വേറൊന്നുമല്ല. നമ്മൾ ഏത് ടൈപ്പ് പാരന്റിങ് ആണെന്ന് ചോദിച്ചു. ഏത് ടൈപ്പ് പാരന്റിങ് ആണ് നമ്മൾ അനുഭവിച്ചത്, കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചതെന്ന് ഇപ്പം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് ഞാൻ എന്താ വെച്ചാലേ, ഞാൻ ഇടയ്ക്ക് വീണ്ടും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു ഇപ്പോഴേതാന്ന് പറയാൻ കാരണം, ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെയുള്ളതെല്ലാം നമ്മുടെ ജൻസിക്കാരും ഇവിടെ ഇല്ല. ഒക്കെ അത്യാവശ്യം നമ്മൾ ആ പഴയ ജനറേഷനാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ആ പഴയ ജനറേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ഞാനത് പിന്നെ ഞാൻ ഈ നിങ്ങളെ പേരൊന്ന് പറയും, ബിന്നു മാത്രമേ കാണുള്ളൂ. നിങ്ങളെ പേരൊന്ന് പറയും. നമ്മുടെ അനസ്താറ്. ഓക്കെ. നമ്മുടെ അനസ്താറ് ചോദിച്ച ചോദ്യം അത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് എടുക്കാം. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയത് ഏത് ടൈപ്പ് പാരന്റിങ് ആണെന്നുള്ളതാണ്. അത് കൂടുതലും സാധ്യത ഒന്നുകിൽ ഓതോറിറ്റേറിയൻ ആവാൻ സാധ്യത. അത് അന്നത്തെ ഒരു പാരന്റിങ്ങിന്റെ ഒരു ഒരു സ്റ്റൈൽ അതാണ്. അന്ന് വെച്ചാൽ ഒരിക്കലും അമ്മമാർക്ക് വോയിസ് ഇല്ല, ഫാദേഴ്സിനാണ് വോയിസ് ഉള്ളത്. അച്ഛന്മാർ ആ ഫാദറാണ് എല്ലാം. അമ്മ ഈ ഫാദർ എന്താ പറയുക അത് മാത്രം ചെയ്യുന്ന ഒരാളായി മാറും. ഓക്കെ, അപ്പൊ അവിടെ ഫാദറിനെ വെച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു അതോറിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് കൂടുതൽ കിട്ടുക. അതിന് അപവാദങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവാം, പക്ഷെ മെജോറിറ്റിയും ആയിരിക്കും. കാരണം അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു ചർച്ചയോ അവയർനെസ്സോ ഇല്ല. അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ അതായിരിക്കാൻ സാധ്യത ഇല്ല. എങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി, കുടുംബത്തെ നോക്കാനുള്ള പെടാപാടില് വർഷങ്ങളോളം ഗൾഫിലൊക്കെ നിൽക്കുന്ന പോലുള്ള പാരന്റ്സ്, അപ്പം ചിലപ്പോൾ അതെന്താവും നെഗ്ലക്ട്ഫുൾ ആവും. ഫാദർ നെഗ്ലക്ട്ഫുള്ളും മദർ പെർമിഷൻ കൂടെ ആയിക്കഴിഞ്ഞാൽ തീർന്നു. കലക്കാന്നുള്ളൂ. ഇപ്പൊ 3 കൊല്ലത്തിനിടയ്ക്കൊക്കെ നാട്ടിൽ 1 മാസം 2 മാസം വരുന്ന ഒരു ഫാദറിനെ വെച്ചിടത്തോളം അയാൾക്ക് ഒരിക്കലും മക്കളെ സ്പിക്കാൻ കഴിയില്ല. അപ്പൊ അയാള് ഇല്ല, മക്കളൊന്നും അറിയില്ല. അതേസമയം ആകെയുള്ളത് അമ്മയാണ്. സ്വാഭാവികമായിട്ടും ഫാദർ ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും ബോയ്സ് ഒക്കെ കൂടുതൽ അവരുടെ ഒരു പവർ കാണിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർമിസീവ് മദറായിട്ട് ആ മദർ മാറും. കാരണം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മദർ എല്ലാം സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ ഫാദറും തന്നെ സ്വാഭാവികമായിട്ടും ദൂരെ നിൽക്കുകയല്ലേ, അപ്പൊ അവര് സ്നേഹത്തിന്റെ പുറത്ത് എല്ലാം സമ്മതിച്ചു കൊടുക്കും. ഇതാണ് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു ഇത് കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, നമ്മുടെ ചെറുപ്പകാലത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞത്. അന്ന് നമ്മൾ അനുഭവിച്ച പലതും ഇത്തരത്തിലുള്ള നോ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക.
ഞാൻ അങ്ങനെ മനസ്സിലാക്കാതെ ഒന്നുകിൽ കുറെ എസ് ഉണ്ടായിരിക്കും, കൂടുതലും സാറേ നോ ഉള്ളതായിരിക്കും ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയൂ. പറയട്ടെ. ഞാൻ ഇപ്പോൾ അതോറിറ്റേറ്റീവ് പാരന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പഠിച്ച പാരന്റിങ് സ്റ്റൈൽസോ പുസ്തകങ്ങളോ മനഃശാസ്ത്രമൊന്നുമല്ല, മറിച്ച് എനിക്ക് ലഭിച്ച അതോറിറ്റേറ്റീവ് പാരന്റിങ് ആയിരുന്നു. അപ്പോൾ നമ്മളെ എല്ലാറ്റിലെയും കവിഞ്ഞ് നമ്മളൊരു മിററിങ്, നമ്മുടെ ഒരു കോപ്പിങ് ഒക്കെ പറയില്ലേ, മോഡലിംഗ് ഒക്കെ പറയും, അത് നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചതിൻ്റെയോളം ശക്തി, സ്വാധീനവും ഇൻഫ്ലുവൻസും മറ്റൊന്നിനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ ഇതര സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ജോലി ചെയ്ത് ഗവൺമെൻറ് സർവീസിലായിരുന്നു. അദ്ദേഹം ഒരുപാട് ട്രാൻസ്ഫറൊക്കെ ആയി പോയ ആളാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ നാട്ടിൽ തന്നെ കിട്ടിയ ഒരു അവസരത്തിൽ ആയിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലം. അതുകൊണ്ട് മാക്സിമം സ്നേഹവും ലാലനയും അനുഭവിച്ചതോടൊപ്പം തന്നെ വളരെ റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വം ഒക്കെ ഉള്ള രൂപത്തിൽ തന്നെയാണ് ഞാൻ പോയതെന്ന് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് അത് തന്നെയാണ് എൻ്റെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതോറിറ്റേറ്റീവ് പാരന്റിങ് മുമ്പ് ഇല്ലായിരുന്നു എന്ന് നമുക്ക് അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അന്ന് അത് അനുഭവിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വിജയമായി ഞാൻ കാണുന്നുണ്ട്. അതിനായിരിക്കും ഒരുപക്ഷെ എനിക്ക് ആ രൂപത്തിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാൻ കാരണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ അത് റയർ ആയിരിക്കുന്ന ഉദ്ദേശിച്ചത്. കാരണം പൊതുവെ ഇപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ നിലക്കുള്ള പാരന്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ആയിരിക്കും. ഓക്കെ, കാരണം ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പാരന്റ്സ് കൂടുതൽ ആവാൻ കാരണം അവർക്ക് അവയർനെസ്സും എഡ്യൂക്കേഷനും കിട്ടിയോണ്ടാണ്. എന്നാൽ അന്നത്തെ അവസ്ഥ നമുക്കറിയാലോ. പൊതുവെ ആവാനാണ് സാധ്യത എന്ന് പറയാൻ കാരണം പൊതുവെ നമ്മൾ കണ്ടു കേട്ട് വന്നപ്പോൾ ഉള്ള ചില റിഫ്ലക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മള് അനസ് സാറ് ചോദിച്ചത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി സാറേ. സാറിന്റെ അല്ല, എനിക്ക് ക്ലിയർ ആയി. കാരണം എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഈ പറഞ്ഞ നമുക്കൊരു പാരന്റിങ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മദറും ഫാദറും രണ്ടുപേരും, അച്ഛനും അമ്മയും രണ്ട് ടൈപ്പ് പാരന്റിങ് ആയിരിക്കും. അങ്ങനെ സാറ് പറഞ്ഞ എക്സാമ്പിൾ വളരെ എനിക്ക് ക്യാച്ച് ചെയ്ത്. കാരണം ഈ ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സാധാരണയായി നെഗ്ലക്ട്ഫുൾ പാരന്റിങ് ആയിരിക്കും വരുന്നത്. അതേസമയം മാതാവിന് വരുന്നത് പെർമിസീവ് പാരന്റിങ് ആയിരിക്കും. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസും സാർ ഇപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയി. ഞാൻ ഉദ്ദേശിച്ചതും അതായിരുന്നു, എനിക്ക് വേണ്ടതും അത് തന്നെയായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ ഏതനുഭവിച്ചു എന്നുള്ള ഉത്തരവും കിട്ടിയല്ലോ അല്ലേ? ചോദ്യം ചോദിച്ചിരുന്നല്ലോ. ഇവിടെയുള്ള ആൾക്കാർ അനുഭവിച്ച പാരന്റിങ് ഏതാന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിന്റെ ഉത്തരവും കിട്ടിയില്ലേ? അതിന്റെ ഉത്തരം കിട്ടി. മുരളി സാറ് അതിന് കൃത്യമായ ആൻസറും തന്നു. സാർ ഏതാ അനുഭവിച്ച പാരന്റിങ് എന്നുള്ളതും സാറ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും കൂടുതൽ ആൻസർ വരാം. പറഞ്ഞില്ല ഉത്തരം. So, Wahab sir, thank you so much. It was really meaningful class now. Actually, so many real life parenting ആയിട്ട് നമുക്ക് മീൻസ് സാർ പറഞ്ഞപ്പം ഞാൻ ആക്ച്വലി സെക്കൻഡ് ഹാഫ് മുതലാണ് കയറിയത്. അപ്പൊ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ആക്ച്വലി parenting is not about perfection, it's about bonding between our children. Like mainly ഒരു communication ആണല്ലോ മെയിൻലി വേണ്ടത്. So thank you so much sir, thank you so much. Okay, welcome. സമയപരിധി ഉള്ളത് കൊണ്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻബിൾ ട്രെയിനിങ് ഗ്രൂപ്പിൽ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം ഇടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രോ പറഞ്ഞ മുരളി സാറിനും അതുപോലെ തന്നെ ക്ലാസ് എടുത്ത അബ്ദുൽ വഹാബ് സാറിനും ഒരുപാട് നന്ദി. അതുപോലെ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുകയും നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിലെ സെഷൻ വളരെ മനോഹരമായി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ച് ഇത്ര നേരം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു ടോപ്പിക്കായി ട്രെയിനേഴ്സ് ടോക്കിൽ നമുക്ക് ഇനി ശനിയാഴ്ച കാണാം. അന്നും ഇതുപോലെ കയറുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay, thank you.